അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. മുളകിട്ട ഇലക്കറി വെക്കാമേ. തേങ്ങ അരക്കണം. വിനുവിന്റെ അമ്മ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ നമ്മ തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ കൊണ്ടുപോയി കല്ലിൽ വെച്ച് നല്ല വെണ്ണ പോലെ അരയ്ക്കും. വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കുള്ളൂ. അങ്ങനെ മുളക് പൊടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്തുകൊണ്ടിരുന്നത്. ഒരു പാട്ടില്ലേ, എന്തെന്ന്, അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മിന്റെ ഇലിട്ടിട്ട് വീട്ടി അരച്ചോളെ. അത് ഇപ്പൊ നമുക്ക് അമ്മിയില്ല, അരകല്ലും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഇന്ന് നമുക്കേ കടുകൊന്നും പൊട്ടിക്കാതെ കറി വെക്കാം കേട്ടോ. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. നല്ലോണം ഇളക്കിയെടുക്കാം. ഞാൻ പുളിയൊന്നും തിളപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു 5-6 കഷ്ണം പുളി അങ്ങ് ഇടുവാണേ. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂടി വെക്കാമേ, തിളച്ച് വരട്ടെ. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒലിവ് ഓയിൽ ഒഴിച്ചത്. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ അയില മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയില വറുത്തത് റെഡി, അയിലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോറുണ്ണാം.